CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒന്ന് പഠിക്കണം. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിന് ശേഷം എന്തുകൊണ്ട് തോറ്റു തൊപ്പിയിട്ടു എന്നുള്ളതിന്റെ കൃത്യമായ കാരണങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു ഏതെങ്കിലും ഒരു IPS ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിന്റെ പേരിൽ UDF-ന് അഭിമാനിക്കാൻ പറ്റുമെന്ന്. ഏതെങ്കിലും ഒരു IPS ഓഫീസർ അല്ല. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കാലത്ത് തൊപ്പി വയ്ക്കാത്ത DGP ആയി കേരളത്തിലെമ്പാടും നരഭേദവും നരവേട്ടയും നടത്തിയ RSS-ന് പാദപൂജ ചെയ്ത MR അജിത് കുമാറിന്റെ സസ്പെൻഷനാണ്. നിങ്ങളുടെ സഖാക്കന്മാർ പോലും സ്വപ്നം കണ്ടിട്ട് അത് നടപ്പാക്കപ്പെട്ടത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കാലത്തും VD സതീശൻ മുഖ്യമന്ത്രിയുടെ കാലത്തും UDF സർക്കാരിന്റെ കാലത്താണ്. ഇന്ന് അറിയാതെങ്കിലും രഹസ്യമായിട്ട് വീട്ടിലിരുന്ന് ഒന്ന് കൈയടിച്ചോ. ഇനി ചോദ്യ പേപ്പറിൽ സവർക്കറെ കുറിച്ചിട്ടുള്ള പുകഴ്ത്ത് പാട്ട് എഴുതിയതിന്റെ പേരിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ചിത്രയെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGP ആകാതിരിക്കൽ. ഈ 3 കാര്യം 3 മാസത്തിനുള്ളിൽ 2.5 മാസത്തിനുള്ളിൽ UDF സർക്കാർ കാണിച്ച സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇനി PG മോഹൻദാസ് 10 വർഷക്കാലം ഏതെങ്കിലും ഒരു സഖാവിന് പിണറായി വിജയൻ ഒരു പരാതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? PG മോഹൻദാസിനെതിരെ, ശശികലയ്ക്കെതിരെ, RV ബാബുവിനെതിരെ ഇതൊക്കെ പരാതി കൊടുക്കാൻ സഖാക്കന്മാർക്ക് പോലും ധൈര്യം കിട്ടിയത് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ എത്തിയതിനു ശേഷം. ആദ്യം ഒന്ന് രഹസ്യമായിട്ട് ഒന്ന് അംഗീകരിക്കും. പക്ഷേ ഇനി പാദപൂജ ചെയ്തു RSS-ന്റെ സ്കൂളുകളിൽ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? RSS-ന്റെ സ്കൂളിൽ ഇലക്ഷന്റെ മുമ്പ് ബോംബ് പൊട്ടി, നിങ്ങൾ എന്ത് നടപടിയെടുത്തു? പാലത്തായിലെ കുട്ടിപ്പീഡകനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? സഹായിക്കുകയല്ലേ ചെയ്തേ? കൊടകരയിലെ കുഴൽപ്പണ കേസിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തുന്ന നിലപാടെടുത്തില്ലേ? നിങ്ങളുടെ 1ാം പിണറായി വിജയൻ സർക്കാരിലെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയ BJP-കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂറുമാറിയത് CPM-ന്റെ നേതാക്കന്മാരല്ലേ? എന്ത് നടപടിയെടുത്തു? മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കോഴക്കേസ് സുരേന്ദ്രനെതിരെ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? തൃശൂർ പൂരം കളിക്കിയ അജിത് കുമാറിനെതിരെ എന്ത് നടപടിയെടുത്തു? RSS-നെ പാർലമെന്റിലേക്ക് അയച്ചതിന് നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ശബരിമലയിൽ വത്സൻ തില്ലങ്കേരിക്ക് പൂണ്ട് പറയാൻ അവസരം കിട്ടിയത് പിണറായി വിജയന്റെ കാലത്തല്ലേ? എന്ത് നടപടിയെടുത്തു മുസ്തഫ? ഇനി ജ്യോതിലാൽ എന്ന പൊതുഭരണ സെക്രട്ടറിയുടെ തല ഉരുട്ടിക്കൊടുത്ത് ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രീതി സമ്പാദിച്ചതാരാ? പിണറായി വിജയൻ. പ്രാതലും കഴിക്കാൻ പറ്റാത്ത അസ്കിതയുള്ളതായിരിക്കായിരുന്നു പിണറായി വിജയന്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയപ്പോ കണ്ടില്ലെന്ന് നടിച്ച് പിന്തുണച്ച് 1ാം നമ്പർ കാറിൽ കയറ്റിയത് പിണറായി വിജയൻ. ഒന്ന് മുസ്തഫയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൂടെ? മലപ്പുറം വിരുദ്ധ പരാമർശം പിണറായി വിജയൻ തൊട്ട് താഴോട്ടുള്ള എല്ലാ സഖാക്കന്മാരും നടത്തി. ഒന്ന് തിരുത്താൻ പാടില്ലായിരുന്നോ? വിജയരാഘവനും സജി ചെറിയാനും AK ബാലനെ പോലുള്ള ആളുകൾ മുഴുവൻ സംഘികളെ പോലെ മുഴുനീള വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയിട്ട് മുസ്തഫയുടെ നാവ് എവിടെയായിരുന്നു? ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു. തൃക്കരിപ്പൂരിൽ പരാജയപ്പെട്ട അന്തംഗമി സഖാവ് ചെന്ന് പെട്ടത് പുലിമടയിലല്ല, ജിൻഡോ ജോണിന്റെ മടയിൽ. ജിൻഡോ ജോണ് അടിച്ച് കയ്യിൽ അങ്ങോട്ട് കൊടുത്തു സഖാവിന്. ഒന്നിരുന്ന് കരയാൻ. ഇപ്പൊ സഖാവ് എന്താ ചെയ്തതെന്നറിയോ? അവിടുന്ന് നേരെ എഴുന്നേറ്റ് പോയി ഈ പറയുന്ന ബാത്റൂമിൽ പോയി ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് കൈയടിച്ചു. കാരണം സഖാവിന് ഇത് പറയാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ലെന്നേ. കാരണം എന്താ? പിണറായി വിജയന്റെ അടിമയായി പോയി. എന്ത് ചെയ്യാൻ? സഖാവ് ജിൻഡോ പറഞ്ഞത് കേട്ടിട്ട് മെല്ലെ ബാത്റൂമിൽ പോയിരുന്നിട്ട് നന്നായിട്ടൊന്ന് കൈയടിച്ചു. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ ആയപ്പോൾ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു ബ്രോൺ ക്രിമിനലിനെ പൊക്കി. ഉച്ചയായപ്പോൾ ഈ പറയുന്ന ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സംഘാവിൻ്റെ കയ്യിൽ കൊടുത്തു സസ്പെൻഷൻ. വൈകുന്നേരമായപ്പോൾ TG മോഹൻദാസ് എന്ന് പറയുന്ന സവർക്കറുടെ അനുയായി രാജ്യദ്രോഹിയെ പിടിച്ചു അകത്തിട്ടു. ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പിണറായി വിജയനും സഖാക്കളും, ഈ സഖാക്കൾ ക്രിമികീടങ്ങൾ ആരോ ആവട്ടെ. ഇപ്പൊ ജിൻഡോയുടെ മുമ്പിൽ പെട്ടത് VPP മുസ്തഫയാ. ഏത്? നമ്മളെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യറോട് 8 നിലയിൽ പരാജയപ്പെട്ട VPP മുസ്തഫ. ആരോ ആവട്ടെ, ഏത് സഖാവാണെങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം TG മോഹൻദാസ് എന്ന് പറയുന്ന രാജ്യദ്രോഹി, വർഗീയവാദി, ദേശവിരുദ്ധൻ, തീവ്രവാദി, ഭീകരവാദി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഇത്. ആണോ? കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നെങ്കിലും ഒരു നാൾ ഈ പറയുന്ന സഖാക്കൾക്ക് ആർക്കെങ്കിലും ഈ TG മോഹൻദാസിനെതിരെ ഒരു പരാതി ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പരാതി, കൂടുതലൊന്നും വേണ്ടടോ. TG മോഹൻദാസിനെതിരെ ഒരു പരാതി ഉന്നയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരു പരാതി. കഴിഞ്ഞ 10 വർഷക്കാലം TG മോഹൻദാസ് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. TG മോഹൻദാസിൻ്റെതായിട്ട് വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വർഗീയതയുടെ, അധിക്ഷേപത്തിൻ്റെ, അശ്ലീലത്തിൻ്റെ ഒക്കെ ഒരുപാട് ബൈറ്റുകൾ അവൈലബിളാണ്. എന്നിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ആർക്കെങ്കിലും ഒരു സഖാവിനൊരു പരാതി, TG മോഹൻദാസ് എന്ന് പറയുന്ന രാജ്യദ്രോഹിക്കെതിരെയുള്ള നടപടി പോട്ടെ,
ഒരു പരാതി പിണറായി വിജയന്റെ മുന്നിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം സെറ്റാണ്, ഭരണം സൂപ്പറാണ്. വളരെ കൃത്യമാണ് കാര്യം. സിസ്റ്റം സെറ്റാണ്, ഭരണം സൂപ്പറാണ്. ഇതിനപ്പുറം മറ്റൊരു ഒരു കാര്യമില്ല പറയാൻ. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി എല്ലാ പ്രൊസീജിയറുകളും പാലിച്ചുകൊണ്ട്, കാരണം എന്താ, വെറുതെ ചുമ്മാ പിടിച്ച് തൂക്കിയാൽ പോരാ, പൂട്ടുമ്പോൾ നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അർജുനായങ്കിയെ പൂട്ടിയെന്ന് മാത്രമല്ല കാപ്പ ചുമത്താൻ പോവുക. നല്ല 8ന്റെ പണി. അത് തന്നെയാണ് ടി ജി മോഹൻദാസിനും അനുഭവിക്കാൻ പോകുന്നത്. ടി ജിയെ തൂക്കിയിട്ടുള്ളൂ, ഇനി കോടതിയിൽ ഇന്ന് ഹാജരാക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളിലേക്ക് വരാം. അപ്പോൾ ഇന്നലെ അർജുനായങ്കിയെ തൂക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കുറേ ആളുകൾ ചോദിച്ചത്, എന്തേ ടി ജി മോഹൻദാസിനെ തൂക്കാത്തത്? തൂക്കിയിടോ, ഇതൊക്കെ ഒരു സമയവും കാലമൊക്കെ ഉണ്ട് ദാസ, ആ സമയമെടുക്കും, അത്രേ ഉള്ളൂ. ഈ 10 വർഷം ഉണ്ടായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ 2.5 വർഷം 2.5 മാസം കൊണ്ട് ഈ പറയുന്ന നടപടികളൊക്കെ എടുത്ത സിസ്റ്റം ബെസ്റ്റാണ്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം, അതാണ് UDF ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ ഇവിടെ വളരെ കൃത്യമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. ഞാൻ ഇന്നലെ ഒരു മാധ്യമത്തിൽ റിപ്പോർട്ടർ ടി വിയിലെ മാധു പറയുക, ഇന്നലെ ഭയങ്കര സന്തോഷമുണ്ടായ അവസരമായിരുന്നു ഇത്. കാരണം ഇതൊക്കെ നടന്നപ്പോൾ എന്നിട്ട് മാധു പറയുന്നുണ്ട്, ഇതൊക്കെ മാധ്യമങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ കേരളത്തിൽ ഉയരും എന്നുള്ള ഒരു ഭയം സർക്കാരിനുണ്ടാവണം എന്നാണ് കാട്ടുകള്ളം വീരപ്പൻ്റെ TV-യിലെ മാധു പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇങ്ങനെ ചോദിക്കാൻ പോയിട്ട് വാ തുറക്കാൻ ഒരെണ്ണത്തിനും പറ്റിയിട്ടില്ല. ഇവരാരും ചോദിച്ചിട്ടുമില്ല, ഇവരാരും പരാതി പറഞ്ഞിട്ടുമില്ല കഴിഞ്ഞ 10 വർഷക്കാലം, അല്ലേ? നിങ്ങൾ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഈ പറയുന്ന വിദ്യാർത്ഥിനികൾക്കെതിരെയും ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾക്കെതിരെയും അധിക്ഷേപ പരാമർശം നടത്തിയത് ആദ്യമായിട്ടാണെന്ന്. ആണോ? അല്ലല്ലോ. ടി ജി മോഹൻദാസ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ. ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും അഭിപ്രായപ്പെട്ടോ? ആരെങ്കിലും ഒരു പരാതി രേഖാമൂലം എഴുതി നൽകിയോ? എന്തേ ചെയ്യാത്തത്? വളരെ കൃത്യമല്ലേ. ഇനി പരാതി ഉണ്ടായ കേസിൽ കൊടകര കുഴൽപ്പണക്കേസ് വളരെ കൃത്യമായിട്ട് ഹവാല മണിയാണ്, രാജ്യദ്രോഹ പ്രവർത്തനമാണ്, ബ്ലാക്ക് മണിയാണെന്ന് ഉറപ്പുണ്ടായിട്ടും 1-ാം പ്രതി കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടും എന്ത് നടപടിയാ പിണറായി വിജയൻ എടുത്തത്? ആ കേസിൽ കെ സുരേന്ദ്രൻ ഏതെങ്കിലും ഒരു നേരം ഒരു സെക്കൻഡ് പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അറസ്റ്റിലായോ? എന്തേ നടക്കാത്തത്? ഇനി ഇതേ കെ സുരേന്ദ്രൻ കാസർഗോഡ് തെരഞ്ഞെടുപ്പിൽ കോഴ നൽകിയത്, എന്നിട്ട് കെ സുരേന്ദ്രനെ പൊക്കിയോ? സദാസമയവും RSSകാരന് വേണ്ടി പണിയെടുക്കുന്ന പിണറായി വിജയനല്ല കഴിഞ്ഞ കാലങ്ങൾ കണ്ടത്. പ്രവർത്തി കൊണ്ട് ചെയ്ത് കാണിക്കുകയായിരുന്നു. പ്രാക്ടിക്കലി പിണറായി വിജയൻ ഞാനൊരു RSS ഏജന്റ് ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ആരെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചോ? ആരും ചോദിച്ചില്ലല്ലോ. എന്തേ ചോദിക്കാത്തത്? എന്നാൽ ഇന്ന് ചോദ്യങ്ങൾക്കല്ല, ഇന്ന് പ്രവർത്തനങ്ങൾക്കാണ്, പ്രവൃത്തിയാണ്. വളരെ കൃത്യമായിട്ട് എവിടെ നിന്ന് തുടങ്ങുന്നു നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന കേരളം കണ്ട നമ്പർ 1 ക്രിമിനൽ, കാക്കിയിട്ട ക്രിമിനൽ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു, അല്ലേ? പിന്നീട് അങ്ങോട്ട് RSSകാരന് വേണ്ടി മന്ത്രി പറഞ്ഞിട്ട് പോലും മന്ത്രിയെ കേൾക്കാതെ RSSകാരന് വേണ്ടി പണിയെടുത്ത ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നു. തൊട്ടു പിന്നാലെ ബോൺ ക്രിമിനൽ അർജുനായങ്കിയെ തൂക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ടി ജി മോഹൻദാസ്. അതിനിടയിൽ അധ്യാപകൻ്റെ കയ്യിൽ സസ്പെൻഷൻ ലെറ്റർ. ഇനി ഇതിനൊക്കെ അപ്പുറം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി ഇറക്കിയ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ലെറ്റർ. ആ ലെറ്ററിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുവാളുമായി ഇറങ്ങിയവർ 4-ാം തീയതി സർക്കാർ പ്രോട്ടോകോൾ വകുപ്പ് ഇറക്കിയ ഉത്തരവ് കണ്ടില്ല.
പ്രോട്ടോകോൾ വകുപ്പ് കേരളത്തിലെ ഓരോ സർക്കാർ പരിപാടികളും എങ്ങനെ നടക്കണം എന്നുള്ളതിന് തീരുമാനിക്കുന്നത് പ്രോട്ടോകോൾ വകുപ്പ്. ആ പ്രോട്ടോകോൾ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഇവരാരും എവിടെയും കണ്ടില്ല. കണ്ടോ? അതിൽ കൃത്യമായി പറയുന്നു ദേശീയ ഗാനം മാത്രം മതി എന്ന്. അപ്പോൾ ഇതൊന്നും കാണാതെയല്ല, അപ്പോൾ ഇതൊന്നും കാണാഞ്ഞിട്ടുമല്ല, ഇതൊന്നും അറിയാഞ്ഞിട്ടുമല്ല, വളരെ കൃത്യമായിട്ട് ഇവർ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പും കണ്ടതാ. തെരഞ്ഞെടുപ്പിന് മുമ്പും ഇവർക്ക് വലിയ രീതിയിലുള്ള വെപ്രാളമായിരുന്നു പിണറായി വിജയനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ. കാരണം PR വർക്കിൻ്റെ പേരിൽ കോടികൾ കിട്ടണമെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പം അതിനു വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, സിസ്റ്റം സൂപ്പറാണ്. ഇത്രമാത്രം കൃത്യതയോടുകൂടി പണിയെടുക്കുന്ന സിസ്റ്റം അത് സൂപ്പറാണ്. ഭരണം അതിനേക്കാൾ കേമം. ഭരണം അതിനേക്കാൾ കേമം. വളരെ കൃത്യമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ കമ്മികൾ, അന്തം കമ്മികൾ, സംഘാക്കൾ, സഖാക്കൾ, സംഘികൾ, സുഡാപ്പികൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ ഇവിടെ ഇപ്പോൾ നടക്കുന്നത്? എന്താ കേരളത്തിൽ കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ ഒരുപാടധികം ആളുകൾ. അതല്ലേ നടക്കുന്നത്? കാള പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കുറേ എണ്ണം. വന്ദേ മാതരം കേസിലാണെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം ഇന്നലെ ഈ പറയുന്ന ഫ്രീഡം കിസ്സുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പറിൽ, ചോദ്യക്കടലാസിൽ അല്ലെങ്കിൽ അതിൽ വന്ന ഒരു ചോദ്യം കൃത്യമായിട്ട് അത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ഒരു ചോദ്യാവലിയല്ല അത്. അവിടെ പ്രാദേശികമായി അവർ തയ്യാറാക്കിയത്. എന്നിട്ടും ആ അധ്യാപകൻ, അതിന് നേതൃത്വം നൽകിയ ഗുരുപ്രസാദ് എന്ന് പറയുന്നവൻ്റെ കയ്യിൽ ഈ പറയുന്ന അടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിസ്റ്റം പിണറായി വിജയൻ്റെ കാലത്തുണ്ടായ എററുകൾ ഓരോന്നോരോന്നായിട്ട് പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ എററുകൾ പരിഹരിക്കുമ്പോൾ എന്താ പ്രശ്നം? കുറച്ച് സമയമെടുക്കും. എററുകൾ പരിഹരിക്കുമ്പോൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം പിന്നെ എററുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വളരെ സമയമെടുക്കും, കുറച്ച് സമയമെടുത്ത് വേണം എററുകൾ പരിഹരിക്കാൻ. ഓരോന്നും എണ്ണി പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയം മാത്രമാണ് ഇവിടെ ആകെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചടേപ്പടെ വേണമെന്ന് പറയരുത്. കാരണം സിസ്റ്റം എററുകൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം അവിടെ എററുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പരിഹസിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ഇടവരുത്തരുത്. അപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല തവണ, എത്ര തവണ വേണമെങ്കിലും ഒന്ന് തറോ ചെക്ക് ചെയ്തതിന് ശേഷം, ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ ഡിസിഷൻ എടുത്താൽ മതി എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ഒരു ടൈം പീരീഡ് എടുക്കുന്നത് എന്നുള്ളത്. അത് മാത്രം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഒറ്റ കാര്യം പറയാനുള്ളൂ, വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണത്. സിസ്റ്റം സൂപ്പറാണ്, ഭരണം അതിനേക്കാൾ കേമമാണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? സിസ്റ്റം എല്ലാ എററുകളും പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ എററുകൾ, ഓരോ പുഴുക്കുത്തുകൾ ഓരോന്നിനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരണം സൂപ്പറാണ്.